ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കൊമോഡോ നാഷണൽ പാർക്കിലെ ദ്വീപുകളായ കെലോൺ, മഞ്ചരിറ്റെ, കെലോങ് എന്നീ ദ്വീപുകളിലേക്കാണ് ഇന്നത്തെ യാത്ര. റിഞ്ച ദ്വീപിൽ നിന്ന് നേരെ പോകുന്നത് കെലോർ ദ്വീപിലേക്കാണ്. മനോഹരമായൊരു കുഞ്ഞു ദ്വീപാണ് കെലോർ. അധികം ഉയരത്തിലല്ലാതെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ കുത്തനെയുള്ള കയറ്റമാണ് അവിടേക്ക്. മുന്നിൽ കാണുന്ന ഈ ചെറിയ കുന്നിന് മുകളിലാണ് വ്യൂ പോയിന്റ്. ഞങ്ങൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾത്താമസമില്ലാതെ ഈ ദ്വീപിൽ ആകെയുള്ളത് ഈ ഒരു കരിക്കടയും പിന്നെ 2 സൊവനീർ ഷോപ്പുകളുമാണ്. അങ്ങനെ ഞങ്ങൾ കയറ്റം തുടങ്ങി. കുന്നിന്റെ ഏറ്റവും മുകളിലെത്തി. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെയുള്ള വൈറ്റ് സാൻഡ് ബീച്ചും മണൽക്കുഴികൾ പോലെയുള്ള മറ്റു ദ്വീപുകളും കാണാം. മുന്നിൽ കാണുന്നതാണ് കൊമോഡോ ഐലൻഡ്. ഞങ്ങൾ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഏറ്റവും മുകളിൽ നിന്നുള്ളതിനേക്കാൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കൂടുതൽ മനോഹരം. ഇവിടെയുള്ള മിക്ക ദ്വീപുകളുടെ തീരത്തുള്ളതുപോലെ ഇവിടെയും പുഴപ്പറ്റുകളുണ്ട്. പക്ഷെ ഇവിടെയുള്ളതിനേക്കാൾ കൂടുതൽ കോറൽസ് ഉള്ള മഞ്ചരിറ്റെ ദ്വീപിനടുത്താണ് ഞങ്ങൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പോകുന്നത്.
ഈ കടകളിലെല്ലാം പ്രധാനമായും മരത്തിലുണ്ടാക്കിയ കൊമോഡോ ഡ്രാഗണുകളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി മഞ്ചരിട്ടെ ദ്വീപിലേക്ക്. മുന്നിൽ കാണുന്നതാണ് മഞ്ചരിട്ടെ ഐലൻഡ്. പവിഴപ്പുറ്റുകൾക്ക് കേടുവരാതിരിക്കാൻ അവ ചുറ്റുമുള്ള ദ്വീപുകളിലേക്ക് ഇതുപോലെയുള്ള പാലങ്ങളുണ്ട്. പാലത്തിനടുത്താണ് ബോട്ട് നിർത്തുക. എന്നിട്ടും പാലത്തിനടുത്തെല്ലാം ഡെഡ് കോറൽസ് ആണ്. ബോട്ടിൽ നിന്ന് നേരെ സ്നോർക്കിലുമായി കടലിലേക്ക്. എന്തൊരു ഹെൽത്തി കോറൽസ് ആണ് ഇവിടെ. മിക്കപ്പോഴും ഡൈവിങ്ങോ സ്നോർക്കിലിങ്ങോ ചെയ്യുമ്പോൾ ബ്ലീച്ച്ഡ് കോറൽസ് അല്ലെങ്കിൽ കേടുപാടുകൾ വന്ന കോറൽസ് ഒക്കെയാണ് കാണാറ്. ഇത്ര ഹെൽത്തിയായ കോറൽസ് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ മീനുകൾ കുറവായിരുന്നു. പാലത്തിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ വലിയ വലിയ നക്ഷത്ര മത്സ്യങ്ങൾ. ബോട്ടിൽ നിന്ന് കടലിനുള്ളിലേക്ക് സ്നോർക്കിലിംഗ് ചെയ്തതിനാൽ ഈ ഭാഗത്തേക്ക് വന്നില്ലായിരുന്നു. എന്നാൽ പിന്നെ ഈ ഭാഗത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് വരാം.
ഒരുപാട് ഭീമൻ നക്ഷത്ര മത്സ്യങ്ങളെ കണ്ടില്ലേ? ഇനി കെലോങ് ദ്വീപിനടുത്തേക്ക്. സൂര്യാസ്തമയം കാണാൻ സ്പീഡ് ബോട്ടിന്റെ മുൻഭാഗത്ത് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ 3 പേരും. ഇതാ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ഈ കാണുന്ന കണ്ടൽക്കാടുകൾ നിറഞ്ഞ ദ്വീപാണ് കെലോങ് ദ്വീപ്. ശരിക്കും പറഞ്ഞാൽ ദ്വീപിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഈ ദ്വീപ് ആയിരക്കണക്കിന് ഫ്ലൈങ് ഫോക്സുകളുടെ താവളമാണ്. വലിയ വവ്വാലുകളാണ് ഫ്ലൈങ് ഫോക്സ്. നാട്ടിൽ നിപ്പ വരത്തിയ ടൈപ്പിലുള്ള വവ്വാലുകൾ തന്നെ. പക്ഷെ ഇന്തോനേഷ്യയിൽ ഇതുവരെ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സൂര്യാസ്തമയത്തിന് ശേഷം ഇവിടെയുള്ള ഫ്ലൈങ് ഫോക്സുകളെല്ലാം ഭക്ഷണം തേടി മറ്റു ദ്വീപുകളിലേക്ക് പറക്കും. 1000ഓളം വവ്വാലുകൾ കൂട്ടത്തോടെ പറന്നു വരുന്നത് കാണേണ്ട കാഴ്ചയാണെന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഈ കാണുന്ന ബോട്ടുകളെല്ലാം ആ കാഴ്ച കാണാൻ വന്നതാണ്. ഫ്ലൈങ് ഫോക്സുകൾ പറന്നു തുടങ്ങി. ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയാണിത്. എന്റെ ക്യാമറയിൽ എത്രത്തോളം പകർത്താൻ പറ്റിയെന്ന് അറിയില്ല. ചില സിനിമകൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് പറയുന്നത് പോലെ ഈ കാഴ്ച ഇവിടെ വന്ന് തന്നെ കാണേണ്ടതാണ്. ഏകദേശം 1 മണിക്കൂർ ഞങ്ങൾ ബോട്ടിന് മുകളിൽ കിടന്ന് ഈ അപൂർവ കാഴ്ച ആസ്വദിച്ചു. പക്ഷെ എന്നിട്ടും കൂടുതൽ ഫ്ലൈങ് ഫോക്സുകൾ കണ്ടൽക്കാടിൽ നിന്ന് പറന്നുയരുകയാണ്. ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ലാത്തതിനാൽ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. നാളെ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5 മണി വരെ കൊമോഡോ ദ്വീപ്, വേറെ കുറെ ദ്വീപുകൾ, പിങ്ക് ബീച്ച് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയാണ്. കൊമോഡോ നാഷണൽ പാർക്കിലെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.